ദിക്റിന്റെ ഹൽക്ക, മറ്റൊരു സംഘം ഇൽമിന്റെ മജ്ലിസ്. രണ്ട് സംഘമായിട്ടിരിക്കണം. ഒന്ന് ദിക്റിന്റെ ഹൽക്കയും മറ്റൊന്ന് ഇൽമിന്റെ മജ്ലിസും. തങ്ങൾ രണ്ട് വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ രണ്ട് വിഭാഗവും ഹൈർദമില്ലാണ്. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഇൽമിന്റെ മജ്ലിസാണ് എന്ന് പറഞ്ഞ് തങ്ങൾ അവിടെ ഇൽമിന്റെ മജ്ലിസ് രണ്ട് പ്രകീർത്തിച്ചു, രണ്ടിനെയും പ്രശംസിച്ചു. ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഇൽമിന്റെ മജ്ലിസാണ് തങ്ങൾ അവിടെ ഇരുന്നു. ഒരു സംഭവം പറഞ്ഞതാണ്. മറ്റൊരിക്കൽ തങ്ങൾ മദീനത്തെ പള്ളിയിൽ കയറി വരുമ്പോ ഒരു വിഭാഗം ആളുകൾ ദിക്റിന്റെ ആൾക്കാർ ഇരിക്കാൻ തങ്ങൾ അവരെ ആട്ടി വിട്ടു. പള്ളിയിൽ ഇരിക്കാൻ സമ്മതിച്ചില്ല. എന്ത് പറയും? നേരത്തെ ഹൈർദമില്ല എന്ന് പറഞ്ഞു, ഇപ്പൊ ആട്ടി വിട്ടു. ഈ ആട്ടിവിട്ട സംഭവം എടുത്തു കാണിച്ചുകൊണ്ടാണ് ചില ആൾക്കാർ പള്ളിയിൽ നിൽക്കേണ്ട ആൾക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു റസൂൽ ആട്ടിവിട്ടിട്ടുണ്ട്. ആട്ടിവിട്ടിട്ട് ശരിയാണ്. മറ്റൊരു ഹൈർദമില്ല എന്ന് പറഞ്ഞിട്ട് എന്താ സംഭവം? നിങ്ങൾ ഇവിടെയാണ് അറിവ് മാത്രം പോരാ, തിരിച്ചറിവും വേണം. എന്താ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്ത് യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോ തങ്ങളുടെ കാലത്ത് തന്നെ കപടവിശ്വാസികളുണ്ട് തങ്ങളോടൊപ്പം. ഒരു വിഭാഗം കപടവിശ്വാസികൾ പതുക്കെ പള്ളി കയറി ദിക്റിൽ കുത്തിരിക്കാനും യുദ്ധത്തിന് പോകാതിരിക്കാൻ മടിയുണ്ട്. അപ്പളാ ആട്ടിവിട്ടത്. യുദ്ധത്തിന് പോകാനുള്ള മടി കാരണം പള്ളി കയറി ദിക്റ് ചൊല്ലിയിരിക്കുന്ന കപടവിശ്വാസികളെ ആട്ടിവിട്ടത്. ശാന്തമായ അന്തരീക്ഷത്തിൽ ദിക്റ് ചൊല്ലിയിരിക്കുന്നവരെയാണ് പ്രകീർത്തിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് അറിവും വേണം, തിരിച്ചറിവും വേണം. രണ്ട് സന്ദർഭങ്ങളില്ല. ഇതൊന്നും തിരിച്ചറിയില്ല. അതിങ്ങനെ അറിവിൽ എഴുതി, ബ്രാക്കറ്റിൽ പരിഭാഷ എഴുതി, അത് കൊക്കിലിച്ച് നടക്കല്ലേ. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ ബുദ്ധി സഞ്ചിയിലും വിരായിക്കാരുടെ ബുദ്ധി തൊക്കിലുമാണ്. ഈ രീതിയിൽ തൊക്കിലും കീസിലും വെക്കുന്നതിന് പകരം കാര്യങ്ങൾ വിശദമായി നാം പഠിച്ചാൽ മതി. ശരിയാവും. ഈ അവസ്ഥ ജാലത്തിന്റെ കാര്യത്തിലുണ്ട്. നിലനിർത്താൻ പറഞ്ഞത് മഹാന്മാരുടെ ജാലനമാണ്, പൊളിക്കാൻ പറഞ്ഞത് മറ്റുള്ളതുമാണ്. അതുകൊണ്ടാവില്ല തന്നെ കുളിച്ചാൽ പൊളിക്കാൻ പറഞ്ഞ കൂട്ടത്തില്ല. നമുക്ക് വിനോദം, പക്ഷെ ഞങ്ങൾ പൊളിക്കാൻ പറ്റൊന്നുമില്ലേ. നമുക്ക് വിനോദമല്ല പൊളിക്കാൻ. ഞാൻ യാറെ മൂടുന്നു. യാറെ മൂടാൻ അതിന്റെ മേലെ വസ്ത്രം ഇടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഖബറിന്റെ മീതെ മഹാന്മാരായ സഹാബത്ത് ഒരു പുതപ്പിട്ട് മൂടിയിരുന്നു എന്ന് ഇമാം ബുഖാരി തങ്ങൾ അദ്ദേഹത്തിന്റെ മുഫ്രദാത്തിൽ വിവരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മീതെ സഹാബത്ത് ഒരു പുതപ്പിട്ട് മൂടിയിരുന്നു. അപ്പൊ പിന്നെ അതൊരു പരിക്കം പുതപ്പിരുന്നു. ഇപ്പൊ കുറച്ച് മുന്തിയ പുതപ്പാണുള്ളത്. അത് ശരിയാണ്. ഇപ്പൊ നമ്മള് ഹയാത്തുള്ളവരുണ്ടോ കുറെ വ്യത്യാസമൊക്കെ ഉണ്ട്. അന്ന് റസൂലുള്ള ധരിച്ച വസ്ത്രം നമ്മൾ ധരിക്കുന്നു. തങ്ങളെ ശരീരത്തില് ഓലന്റെ പാടും കഴിഞ്ഞു. ഞാൻ ഇത് പറയാൻ എനിക്ക് ബേജാറ്. കാരണം എനിക്ക് ശരീരത്തിൽ ഒരു പാടുണ്ടാക്കുന്ന റൂമിലെല്ലാം കഴിഞ്ഞ താമസിച്ചിട്ട് ഞാനിത് പറയാൻ അർഹനല്ല. ഞാൻ കുട്ടികളെ അർഹനല്ലേ, ഞാനത് അർഹനല്ല. നിങ്ങളെ വിവരംബലങ്ങളായിക്കോളെ. മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ദുനിയാവിൽ മൊത്തം മാറ്റങ്ങൾ വന്നിട്ട് നമുക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ കഷ്ടപ്പാട് എന്താ നടക്കുന്നത്? പ്രയാസങ്ങൾ അനുഭവിച്ചു. പ്രസംഗിക്കാന്നല്ലാതെ, എഴുതാന്നല്ലാതെ വളരെ വിനയം പ്രസംഗിക്കുന്ന ആളുകൾ ഒച്ചക്കറവുമ്പോഴല്ലേ അഹങ്കാരത്തിന്റെ ഊക്ക് മനസ്സിലാക്കുക. വലിയ ജീവിത ലാളിത്യം പ്രസംഗിക്കുന്ന ആളുകളുടെ ജീവിതം കാണുമ്പോഴല്ലേ ആഡംബരം മനസ്സിലാക്കുക. ദുനിയാവായ രീതിയിലായിപ്പോയി. നമുക്ക് ആകെ ചെയ്യാൻ കഴിഞ്ഞൊരു കാര്യം വെച്ചാൽ അവനാന്റെ നഷ്ടം മാത്രം പോലെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഉള്ളാഹുവെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ മീതങ്ങനെ വസ്ത്രം കൊണ്ട് മൂടിയിരുന്നു സഹാബത്ത് എന്ന് ബുഖാരിന്റെ പരിപാടികളുണ്ട്. ബുഖാരിന്റെ സഹീലല്ല മുഖ്താത്തിലാണ്. സഹീൽ നോക്കി കാണാറ്റുള്ളത് ഇസ്ലാം. ഇമാം ബുഖാരി ഞങ്ങൾ അദ്ദേഹത്തിന് മുഖ്താത്തിൽ. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളെ കുറിച്ചൊന്നും അനാചാരം ആക്ഷേപിക്കുന്നത് ശരിയല്ല. ഇതൊക്കെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചാൽ, പ്രമാണങ്ങൾ പരിശോധിച്ചാൽ തെളിവുകൾ ധാരാളമായി കാണുന്ന വിഷയങ്ങളാണ്. മുതാല ഇല്ലാത്തത് കൊണ്ടും ഗ്രന്ഥപാരായണവും പഠനവും ഇല്ലാതെ പോയത് കൊണ്ടാണ് ദൗർഭാഗ്യവശാൽ പിൽക്കാലത്ത് വിമർശനം ഉയർന്നു വന്നത്. പഠനം ഉണ്ടായില്ല, പഠിച്ചതിനനുസരിച്ച് മുതാലയത്തുണ്ടായില്ല. അത് കാരണം വിമർശനം നിർഭാഗ്യവശാൽ ഉണ്ടായിപ്പോയത്. നല്ല നല്ല കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെയൊക്കെ അനാചാരം ആക്ഷേപിച്ചത്. അതുപോലെ ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞ അവസാനിപ്പിക്കാം. നിസ്കാരാനന്തരം നമ്മൾ കൂട്ടുപ്രാർത്ഥന നടത്തണം.
ചില ആളുകൾ പറയുന്നത് സലാം വീട്ടി അസ്തഗ്ഫിറുല്ലാഹ് അലൈഹി പറഞ്ഞ് അല്ലാഹുമ്മ അൻതസ്സലാം മിൻക സലാം മുതൽ തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം വരെ പറഞ്ഞാൽ സലാം വീട്ടോട് എഴുന്നേറ്റ് പോകണം. തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം വരെ മാത്രം ഇരിക്കുക, അത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകാന്നാണ് ചിലരുടെ പക്ഷം. സത്യത്തിൽ ഇത് വഴി തെറ്റിദ്ധാരണ. ബുഖാരി മുസ്ലിം എന്ന് കേൾക്കാത്തവരുണ്ടാകില്ല, ഓതാത്തവരുണ്ടാകില്ല. ഇമാം മുസ്ലിം റിവായത്തിലെ ഹദീസിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം വീട്ടി കഴിഞ്ഞാൽ 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് അലൈഹി പറഞ്ഞ് അല്ലാഹുമ്മ അൻതസ്സലാം മിൻക സലാം മുതൽ തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം വരെ പറഞ്ഞ ശേഷം മൗമൂമികളിലേക്ക് തിരിഞ്ഞിരിക്കുകയായിരുന്നു തങ്ങളുടെ പതിവ്. റസൂലുള്ളാഹിയുടെ പതിവല്ല. പക്ഷേ ഹദീസിൽ ഒരു കാര്യം കാണുന്നു, നമ്മൾ നിഷേധിക്കുന്നില്ല. ചിലപ്പോൾ ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കും, എന്നാൽ അധികമായും വലത് ഭാഗത്തേക്കാണ് തിരിഞ്ഞിരിക്കാറ്. ചിലപ്പോൾ ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കാൻ ഹദീസ് വ്യാഖ്യാതാക്കൾ പറയുന്ന ന്യായം, ആ ഭാഗത്തിരിക്കുന്നവർക്ക് തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖം കാണാനുള്ള അവസരം ഉണ്ടാക്കുക. കൂടാതെ ഒരു ബയാനിന്റെ പറഞ്ഞു ഇടത്തോട്ട് തിരിഞ്ഞിരിക്കലും അനുവദനീയമാകുന്നു എന്ന് പഠിപ്പിക്കാനുമാണ്. എന്നാൽ അധികമായും വലത് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കാൻ കാരണം അതാണ് കൂടുതൽ ഉത്തമം. തങ്ങൾ അതിനെ വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് നമ്മൾ വലത്തോടന്നെ നിശ്ചയിക്കുന്നത്. പിന്നെ നമ്മളെ മുഖം കാണുന്നതിന് വലിയ പുണ്യൊന്നുമില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഇടത്തോട്ട് ചെയ്യാം. നമ്മളാവട്ടെ ജവാദിനെ ബയാൻ ചെയ്യേണ്ട ആളുകളുമല്ല, അതുകൊണ്ട് നമ്മൾ വലത്തോട്ട് നിശ്ചയിക്കുന്നത്. അത് തങ്ങൾ പതിവാക്കിയ വിഷയമാണ്, ഇമാം മുസ്ലിം റിവായത്തിന്റെ ഹദീസിലുള്ളതാണ്. മാത്രമല്ല 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലുകയും 100 പൂർത്തിയാക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു മുതൽ അവസാനം വരെ ചൊല്ലുകയും ചെയ്താൽ ഗുഫിറത് ഖതായാഹു വഇൻ കാനത് മിസ്ല സറദിൽ ബഹർ എന്നാണ് ഇമാം മുസ്ലിമിന്റെ മറ്റൊക്കെ റിവായത്തിലുള്ളത്. അവന്റെ സർവ്വ പാപങ്ങളും ദുർദോഷങ്ങളും പൊറുക്കപ്പെടും. കടലിലുള്ള തിരമാലകളെ പോലെ നരകളെ പോലെ പാപങ്ങളുണ്ടെങ്കിലും അതൊക്കെ പൊറുക്കപ്പെടും. 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു